ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വബഅദ്. ഇന്ന് നമ്മൾക്ക് ബുലൂഗുൽ മറാമിൽ സലാത്തുൽ കുസൂഫ് അല്ലേ? നിങ്ങൾക്ക് കുസൂഫാണോ ഖുസൂഫാണോ? കുസൂഫ്. ഇവിടെ എഴുതിയത് ഇതിൽ എഴുതിയിൽ മുലാഹദ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ പറയണേ. സലാത്തുൽ കുസൂഫ്. എന്താ കുസൂഫ്? ഗ്രഹണം. കുസൂഫ്. സലാത്തുൽ കുസൂഫ് എന്നും പറയും, സലാത്തുൽ ഖുസൂഫ് എന്നും പറയും. ഖുസൂഫ് ഖസഫ എന്നും കസഫ എന്നും. കുസൂഫ് ഷംസിനാണ് കൂടുതൽ പ്രയോഗിക്കാറുള്ളത്. കുസൂഫ് ഷംസ് സൂര്യഗ്രഹണം. ഖുസൂഫുൽ ഖമർ ചന്ദ്രഗ്രഹണം. പക്ഷേ ചിലയിടത്ത് സൂര്യനും ഖസഫ എന്ന് പറയും. ചിലരാണ് പൂർണ്ണഗ്രഹണമെങ്കിൽ ഖുസൂഫ്, ഭാഗിക ഗ്രഹണമെങ്കിൽ കുസൂഫ്. അതൊക്കെ ഭാഷാപരമായിട്ടുള്ളതായ ചില ചർച്ചകൾ മാത്രമാണ്. ഏറ്റവും ഉചിതം കുസൂഫ് ഷംസ്, ഖുസൂഫുൽ ഖമർ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഭാഷയിൽ വന്നിട്ടുണ്ട്, ഹദീസിലും വന്നിട്ടുണ്ട്. എന്താണ് ഗ്രഹണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ കർമ്മശാസ്ത്ര വിഷയങ്ങൾ? അത് ഹദീസിൻ്റെ വെളിച്ചത്തിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു ഗ്രഹണം ഉണ്ടായത്. അതാണ് ബലപ്പെട്ട അഭിപ്രായം. ഒരു ഗ്രഹണം ഒരിക്കൽ മാത്രമാണ് ഗ്രഹണം ഉണ്ടായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ. ചില ചരിത്രകാരന്മാർ വേറെയും ഗ്രഹണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ചില ന്യായങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ വരും. അറിയപ്പെട്ട ഒരു ഗ്രഹണം മനസ്സിലായി. അതെന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട ദിവസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരിയത്തുൽ ഖിബ്തിയ്യ എന്ന് പറയുന്ന മഹദിയിൽ ഒരു കുട്ടി ഉണ്ടായി, ഇബ്രാഹിം. ആ ഇബ്രാഹിം എന്ന കുട്ടി മദീനയിൽ വെച്ച് മരണപ്പെട്ട് ഹിജറയുടെ 10 ചില റിപ്പോർട്ടുകളിൽ അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു, ചിലതിൽ അത് കുട്ടി മരണപ്പെട്ടത് ഷവ്വാൽ മാസത്തിലായിരുന്നു എന്നാണ്. ഹിജറയുടെ 10 ഷവ്വാൽ മാസത്തിൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാ മരണപ്പെടുന്നത്? ഹിജറയുടെ 11 റബീഉൽ അവ്വലാണ്. അപ്പോൾ ഈ കുട്ടി മരണപ്പെട്ട റസൂലുള്ളാഹി ഷവ്വാലല്ലേ, ഷവ്വാൽ 29-നാണ് മരണം, കുട്ടീൻ്റെ മരണം ചില ചരിത്ര റിപ്പോർട്ട് പ്രകാരം. ഷവ്വാൽ 29. അപ്പോൾ പിന്നെ മുഹറം, ഷവ്വാൽ, ദുൽഖഅദ 29, ദുൽഹജ്ജ് 29, മുഹറം 29, സഫർ 29, റബീഉൽ അവ്വൽ 12 റസൂലുള്ളാഹി വഫാത്തായി. മാസങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി വഫാത്തായി, ഈ കുട്ടി മരിച്ചിട്ട്. ഏതായാലും ഈ ഗ്രഹണമാണ് അറിയപ്പെട്ടത് ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട ദിവസം. അത് ചരിത്രത്തിൽ സൂക്ഷ്മമായിട്ട് ഈ ഗോളശാസ്ത്ര പണ്ഡിതന്മാരും ചരിത്രകാരന്മാരായിട്ടുള്ള മുഹദ്ദിസീങ്ങൾ വരെ അതിൻ്റെ ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് കാലഗണനയിൽ പറ്റുമല്ലോ. അങ്ങനെ അവർ പറയുന്നത് AD 632 ജനുവരി 27-ന്, AD 632 ജനുവരി 27-ന് രാവിലെ 8:30 മണിക്കായിരുന്നു ആ ഗ്രഹണം എന്നാണ്. രാവിലെ 8:30 മണിക്ക്. അപ്പോൾ അറബി നോക്കുകയാണെങ്കിൽ ഹിജറയുടെ 10 ഷവ്വാൽ 27-ന് അത് ജനുവരി. AD 632 ജനുവരി 27, അറബി ഷവ്വാൽ 29, ഹിജറയുടെ 10 ഹിജറാബ്ദം 10 ഷവ്വാൽ 27-ന്. അതാണ് മുബാറക് ഫൂരിയൊക്കെ 29 ഷവ്വാൽ 29 ജനുവരി 27. മുബാറക് ഫൂരിയൊക്കെ എങ്ങനെയാണ് അതിൻ്റെ ദിവസം നിർണ്ണയിച്ചിട്ടുള്ളത്? അന്നുണ്ടായ ഗ്രഹണമാണ് പ്രസിദ്ധമായ ഗ്രഹണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഈ ഒരു ഗ്രഹണം ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്. മുഹദ്ദിസീങ്ങളൊക്കെ പറഞ്ഞത് ഈ ഒരു ഗ്രഹണം. സംസാര വിഷയം എന്തെന്ന് വെച്ചാൽ, ഈ ഗ്രഹണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചതിൽ അത് എത്ര റക്അത്തായിരുന്നു, അതിൽ എത്ര റുകൂകളായിരുന്നു എന്നാണ്. അപ്പോൾ സഹീഹായി സ്ഥിരപ്പെട്ടതിൽ തന്നെ ചിലതിൽ 4 റുകൂകൾ, ചിലതിൽ 6 റുകൂകൾ, ചിലതിൽ 8 റുകൂകൾ, ചിലതിൽ 10 റുകൂകൾ സഹിയായി സ്ഥിരപ്പെട്ടതിൽ തന്നെ. അപ്പോൾ ഒരു നിസ്കാരം റസൂലുള്ളാഹി നിസ്കരിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് റാവിമാരിൽ നിന്ന് വ്യത്യസ്ത റിവായത്തുകൾ വന്നു? അതും ഇമാം മുസ്ലിം ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ആ റിപ്പോർട്ടുകൾ നൽകിയിട്ടുള്ളത്. അത് കാരണത്താൽ വലിയ ചർച്ചയാണ് മുഹദ്ദിസീങ്ങൾക്കിടയിൽ. അപ്പോൾ നമ്മൾ ആ ചർച്ചയിലേക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ഹദീസ് വായിച്ചിട്ട് നമുക്ക് അതിലേക്ക് വരാം.
പിന്നീട് ഒന്നാമത്തെ ഹദീസ് അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു എന്നുള്ള ഹദീസാണ്. അനിൽ മുഗീറത്തി ഇബ്നി ശുഅബ റളിയല്ലാഹു തആല അൻഹു അനിൽ മുഗീറത്തി ഇബ്നി ശുഅബ റളിയല്ലാഹു തആല അൻഹു قال انكسفت الشمس على عهد رسول الله صلى الله عليه وسلم يوم مات إبراهيم فقال الناس انكسفت الشمس لموت إبراهيم فقال رسول الله صلى الله عليه وسلم إن الشمس والقمر آيتان من آيات الله لا ينكسفان لموت أحد ولا لحياته فإذا رأيتموهما فادعوا الله وصلوا حتى تنكشف متفق عليه وهذا لفظ البخاري وفي رواية له حتى تنجلي وللبخاري أن أبي بكرة رضي الله تعالى عنه قال فصلوا وادعوا حتى ينكشف ما بكم فصلوا وادعوا حتى ينكشف ما بكم. ആ ഹദീസിന് അർത്ഥം പറയാം. എന്നിട്ട് ബാക്കി അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു തആല നിന്നാണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത്. മുഗീറ റളിയല്ലാഹു തആല ആരാണ്? മുഗീറ ഇബ്നു ശുഅബ ഇബ്നു അബി ആമിർ അബൂ ഈസ, നമുക്ക് വന്ന റാവിയാണ്. ഹിജ്റയുടെ 50-ൽ കൂഫയിലാണ് മുഗീറ റളിയല്ലാഹു തആല മരണപ്പെടുന്നത്. അദ്ദേഹം ബനു സഖീഫ് ഗോത്രക്കാരനാണ്. അതുകൊണ്ട് തന്നെ അൽ മുഗീറ ഇബ്നു ശുഅബ ഇബ്നു അബി ആമിർ അസ്സഖഫി വന്ന റാവിയാണ്. പിന്നെ ചില റിപ്പോർട്ടുകളിൽ, ചരിത്ര റിപ്പോർട്ടുകളിൽ കേട്ടോ, ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട് മുഗീറ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യണമല്ലോ ഗ്രഹണത്തിൻ്റെ, അന്ന് മൂപ്പര് ഗ്രഹണത്തെ നോക്കിയപ്പോൾ മൂപ്പരുടെ കണ്ണിൻ്റെ കാഴ്ച പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുഗീറിൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയത് യർമുക്ക് യുദ്ധത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടാണ് എന്നുള്ള വേറെ ചരിത്ര റിപ്പോർട്ടുകളുണ്ട്. ഒക്കെ ചരിത്ര റിപ്പോർട്ടുകളാണ്. അതുകൊണ്ട് പിന്നെ അത് പലരും അങ്ങനെ ചരിത്രത്തിൽ വായിച്ചത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇൻകസഫത്ത് ഷംസു അല അഹദി റസൂലില്ല, റസൂലുള്ളാഹിന്റെ കാലത്ത് സൂര്യന് ഗ്രഹണമുണ്ടായി. ഇൻകസഫത്ത്, സൂര്യന് ഗ്രഹണമേറ്റു. എപ്പോഴാണ് ഈ സൂര്യന് ഗ്രഹണം ഏൽക്കുക? ഏതവസ്ഥയിലാണ്? നമ്മൾ സൂര്യന് ഗ്രഹണം ഉണ്ടായി എന്ന് അറിയില്ല എപ്പോഴാണ്? ഭൂമിൻ്റെയും സൂര്യൻ്റെ ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ സൂര്യഗ്രഹണം. എപ്പോഴാണ് ചന്ദ്രഗ്രഹണം? സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ഇടയിൽ ഭൂമി വരുമ്പോൾ, സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ഇടയിൽ ഭൂമി വരുമ്പോൾ ചന്ദ്രഗ്രഹണം. കലാസ്. ഇൻകസഫത്തി ഷംസു അല അഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യൗമ മാത ഇബ്രാഹിം. ഇബ്രാഹിം മരിച്ച ദിവസം. ഇബ്രാഹിം എന്ന് പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രൻ ഇബ്രാഹിം. ആ ഡേറ്റ് നമ്മൾ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ സൂര്യഗ്രഹണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരിക ചന്ദ്രഗ്രഹണത്തിന്, അതേപോലെ തന്നെ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രന് വരിക സൂര്യഗ്രഹണത്തിന് എന്ന് പറയുമ്പോൾ അതൊക്കെ ഗോളശാസ്ത്രപരമായി ഭൗതികമായിട്ടുള്ളൊരു വീക്ഷണമാണ്. മനസ്സിലായി? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രകാശം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തടയാണ്. മനസ്സിലായില്ലേ? തടയാണ്. അത് ഏത് രീതിയിലാകട്ടെ, അതിന് ഭൗതികമായിട്ട് ഏത് നോട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വമാ നുർസിലു ബിൽ ആയാത്തി ഇല്ലാ തഖ്വീഫ. എന്താ വമാ നുർസിലു ബിൽ ആയാത്ത്? ദൃഷ്ടാന്തങ്ങളെ നാം നിയോഗിക്കുകയില്ല ഇല്ലാ തഖ്വീഫ. അത് മനുഷ്യന്മാരെ മുന്നറിയിപ്പും അപായ സൂചനയും നൽകാനല്ലാതെ. അപ്പം അള്ളാഹുവിൽ നിന്നുള്ള അപായ സൂചന ഏതിലുണ്ട്? ഗ്രഹണത്തിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗ്രഹണം വരുമ്പോൾ രണ്ട് വീക്ഷണമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താണ്? ഈ ആത്മീയ വീക്ഷണമാണ്. എന്താണ്? ആത്മീയമായിട്ടുള്ള ഈ നിരീക്ഷണം, മതപരമായ നിരീക്ഷണം. അതെന്താണ്? അള്ളാഹു നമുക്ക് നൽകുന്ന മുന്നറിയിപ്പും താക്കീതുമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് വേഗം നിസ്കരിക്കാൻ, ഇസ്തിഗ്ഫാർ നടത്താൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ നമുക്ക്. അതാണ്. അതേസമയം അതിന് ഭൗതികമായിട്ടുള്ളതായ ഇത്തരം ഒരു നിരീക്ഷണം അതിനില്ല എന്നുള്ളതല്ല. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രണ്ട് നിലക്ക് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? പിന്നെ ഈ അള്ളാഹു ഇതിനെ നമുക്കൊരു മുന്നറിയിപ്പായിട്ടാണ് അയക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞത്, നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത്, ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞത്. മനസ്സിലായോ? ഇബ്രാഹിം മരിച്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഷംസിന് ഗ്രഹണം ഉണ്ടായി. ഫഖാല നാസ്, അപ്പോൾ ജനങ്ങൾ പറഞ്ഞു ഇൻകസഫത്തി ഷംസു ലിമൗത്തി ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ മൗത്ത് മരണം നിമിത്തമാണ് സൂര്യന് ഗ്രഹണം ഉണ്ടായത്. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? സഹാബികൾ. കാരണം അവർ ജാഹിലിയത്തിൽ പണ്ട് കാലം മുതലേ മനസ്സിലാക്കിയൊരു സംഗതി എന്താ? ഗ്രഹണം ഉണ്ടാകുക
ഒന്നുകിൽ ഒരാളുടെ മരണം, അല്ലെങ്കിൽ ഒരു മഹാൻ്റെ ഒരാളുടെ ജനനം, ഇതാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അവർ ഭയങ്കര ചെണ്ട കൊട്ടി ആഘോഷിക്കുമായിരുന്നു എന്നാണ് ഗ്രഹണം. ചെണ്ട കൊട്ടി ആഘോഷിക്കുമായിരുന്നു ഗ്രഹണം എന്നുള്ളത്. അപ്പോൾ ഇബ്രാഹിം എന്ന കുട്ടി മരിച്ചു, പിന്നെ അന്ന് ഗ്രഹണം ഉണ്ടായി. അപ്പം ജനങ്ങൾ എന്ത് ചെയ്ത് ഇൻകസഫത്തി ഷംസൂലി മൗത്തി ഇബ്രാഹിം എന്നവർ പറഞ്ഞ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്ത് അത് തിരുത്തി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാഹ്, അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ 2 ആയത്തുകളാണ് സൂര്യനും ചന്ദ്രനും. ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ഒരാളുടെ മരണം കാരണത്താലും ഒരാളുടെ ജീവിതം കാരണത്താലും അവർക്ക് ഗ്രഹണം ഏൽക്കുന്നില്ല. ഫൈദാ റഅയ്തുമൂഹുമ, അവ നിങ്ങൾ കണ്ടാൽ, സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും നിങ്ങൾ കണ്ടാൽ, ഫദുല്ലാ, നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യുക, വസല്ലു, നിങ്ങൾ നമസ്കരിക്കുക, ഹത്ത തൻകശിഫ്, ഹത്ത തൻകശിഫ്, പിന്നെ സൂര്യൻ അത് വെളിപ്പെടുന്നത് വരെ, അല്ലെങ്കിൽ ചന്ദ്രൻ അത് വെളിപ്പെടുന്നത് വരെ, ഗ്രഹണം തീരുന്നത് വരെ എന്നർത്ഥം. ചില റിപ്പോർട്ടുകളിൽ ഫദുല്ലാഹ വസല്ലു എന്നാണ്, ചില റിപ്പോർട്ടുകളിൽ വസല്ലു വദുല്ലാ, നിങ്ങൾ നിസ്കരിക്കുക, അള്ളാഹിനോട് ദുആ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരവും ദുആയും ഉണ്ടാകണം എന്നുള്ളതാണ്. ഇത് ബുഖാരി മുസ്ലിം ഒന്നിച്ച് മുഗീറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, മുത്തഫഖുൻ അലൈഹി. ഈ റിവായത്ത് ബുഖാരിയുടേതാണ്, മനസ്സിലല്ലേ. ഒരു റിപ്പോർട്ടിൽ ഹത്ത തൻജലി എന്നുണ്ട്. ഹത്ത തൻജലി, എന്താ തൻജലി എന്ന് പറഞ്ഞാൽ ഹത്ത തൻകശിഫ് എന്നുള്ളതിന് പകരം ഹത്ത തൻജലി, അർത്ഥം ഒന്ന് തന്നെ, അർത്ഥം ഒരർത്ഥം തന്നെ. ഗ്രഹണം തീരുക, സൂര്യന് വെളിപ്പെടുക. വലിൽ ബുഖാരി അൻ അബീ ബക്രത റളിയല്ലാഹു തആല അൻഹു, അബൂബക്രയിൽ നിന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന വേറെ റിപ്പോർട്ടിലുണ്ട്. അതാ ഫസല്ലു വദഉ, ഇവിടെയാണ് ഫസല്ലു, നിങ്ങൾ നിസ്കരിക്കുക, വദഉ, നിങ്ങൾ ദുആ ചെയ്യുകയും ചെയ്യുക. ഹത്ത യൻകശിഫ മാ ബിക്കും, ഹത്ത യൻകശിഫ്, നീങ്ങുന്നത് വരെ, മാ ബിക്കും, നിങ്ങൾക്ക് ഉള്ളത്. എന്താ നിങ്ങൾക്കുള്ളത്? ഗ്രഹണ. മാ ബിക്കും, ഗ്രഹണം ഉണ്ടാകുമ്പോൾ ടെൻഷൻ ഉണ്ടാവും അല്ലേ, ഗ്രഹണം ഉണ്ടാകുമ്പോൾ പ്രയാസം ഉണ്ടാവും. അപ്പോൾ ആ പ്രയാസം അത് നീങ്ങുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത്, വിശ്വാസികൾ ഒരു ഗ്രഹണത്തെ നോക്കുന്നത് എങ്ങനെയാണ്? അത് അള്ളാഹുവിൽ നിന്നുള്ള തഖ്വീഫാണ്, ഭീതിപ്പെടുത്തലാണ്, അപായ സൂചനയാണ്. ആ അത്ഭുത പ്രതിഭാസം അവിടെ ആരാ കാഴ്ചവെക്കുന്നത്? അള്ളാഹുവാണ്. ആ അള്ളാഹ്ക്ക് എല്ലാത്തിനും കഴിയും, മനസ്സിലായില്ലേ. അതുകൊണ്ട് വിശ്വാസി ഭയപ്പാടിലായിരിക്കണം എന്നുള്ളതാണ്. അത് നീങ്ങുന്നത് വരെ നിസ്കരിക്കുക, ദുആ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളെന്താ പറഞ്ഞ? എവിടെ യുക്ഷഫ അങ്ങനെ ഉണ്ടല്ലേ? മാഫി മുഷ്കിൽ. എൻകശിഫ് എന്ന് പറഞ്ഞാൽ നീങ്ങുക, യുക്ഷഫിലും നീങ്ങുക എന്നുള്ളത് അതേ അർത്ഥത്തിൽ. കശഫ എന്ന് പറഞ്ഞാൽ വിരി നീക്കി, മറ നീക്കി എന്നൊക്കെ പറഞ്ഞു. ഗ്രഹണം അത് തീരണത് വരെ എന്നുള്ള ഉദ്ദേശം. യുക്ഷഫ കശഫ്, നീക്കപ്പെടുന്നത് വരെ എന്നുള്ള അർത്ഥത്തിൽ. അത് ഒന്നാമത്തെ ഹദീസ്. ഇനി രണ്ടാമത്തെ ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ ഹദീസാണ് അല്ലേ. വഅൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഖാലത്ത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ജഹറ ഫീ സലാത്തിൽ കുസൂഫ്, എന്താ ബിഖിറാഅതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഹറ ഫീ സലാത്തിൽ കുസൂഫ്, കുസൂഫ് നമസ്കാരത്തിൽ ജഹറ ശബ്ദമുയർത്തി, ബിഖിറാഅതിഹി തൻ്റെ ഖിറാഅത്ത് കൊണ്ട്. ഫസല്ല 4 റകഅത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 റകഅത്തുകൾ എന്ന റുകൂഉകൾ കൊണ്ട് നിസ്കരിച്ചു. ഫി റകഅത്തൈൻ, 2 റകഅത്തുകളിലായിട്ട്, 2 റകഅത്തുകളിൽ 4 റകഅത്ത് എന്ന് പറഞ്ഞാൽ റുകൂഅത്ത് എന്നർത്ഥം, റുകൂഉകൾ നിസ്കരിച്ചു. അതേപോലെ വർബ സജദാത്ത്, 4 സുജൂദുകളും നിസ്കരിച്ചു. ആയിഷ റളിയല്ലാഹു തആല പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജഹറ ഫി സലാത്തിൽ കുസൂഫ് ബിഖിറാഅത്തി, തന്റെ ഖിറാഅത്ത് കൊണ്ട് സലാത്തുൽ കുസൂഫിൽ റസൂലുള്ളാഹി ശബ്ദം ഉയർത്തി. ഇത് സലാത്തുൽ കുസൂഫിന്റെ കൈഫിയത്താണ്. ശബ്ദം ഉയർത്തിയിട്ടാണ് നിസ്കരിച്ചത്. ഫസല്ല 4 റകഅത്ത്, 4 റകഅത്ത് നിസ്കരിച്ചു. ഫി റകഅത്തൈനി, 2 റുകൂഉകളിലായിട്ട്. വർബ സജദാത്ത്, 4 സുജൂദുകളും. 2 റകഅത്ത് നിസ്കരിച്ചു. ഓരോ റകഅത്തിൽ എത്ര റുകൂഉ വീതം? 2 റുകൂഉ വീതം, 4 അല്ല, 2 റുകൂഉ വീതം, മൊത്തം 4. അതേപോലെ 2 സുജൂദുകളും അല്ലേ. ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ്. ആയിഷയിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇത് മുസ്ലിമിൻ്റെ ലഫ്ദ് അല്ലേ?
ഹാദ ലഫ്ദു മുസ്ലിം അല്ലേ, ഇത് മുസ്ലിമിൻ്റെ ലഫ്ലാണ്. വഫി റിവായത്തിൽ ബുഖാരി അല്ലേ, ബുഖാരിയുടെ ഒരു റിവായത്തിലുണ്ട് ഫബഅസ മുനാദിയൻ അസ്സലാത്തു യുനാദി അസ്സലാത്തു ജാമിഅ, അങ്ങനെയല്ലേ. ഫബഅസ മുനാദി, റസൂലുള്ള ഒരു വിളിച്ചു പറയുന്നവനെ നിയോഗിച്ചു. ഫബഅസ മുനാദിയൻ, റസൂലുള്ള വിളിച്ചു പറയുന്ന ഒരാളെ നിയോഗിച്ചു. യുനാദി, വിളിച്ചു പറയാൻ. എന്ത് വിളിച്ചു പറയണം? അസ്സലാത്തു ജാമിഅ, അസ്സലാത്തു ജാമിഅ, അസ്സലാത്തു ജാമിഅ എന്ന് വിളിച്ചു പറയുവാൻ റസൂലുള്ള ഒരാളെ നിയോഗിക്കുകയുണ്ടായി. അത് ബുഖാരിയുടെ റിപ്പോർട്ടിലുണ്ട്. ഈ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംറുൽ ആസിൽ നിന്നാണ്. റസൂലുള്ള നിയോഗിച്ചു എന്ന് പറയുന്നത് അബ്ദുല്ലാഹി ഇബ്നു അംറിൽ നിന്നുള്ള നിവേദനമാണ്. അപ്പോൾ ഈ ഹദീസ് അറിയിക്കണത് എന്താ എന്ന് പറഞ്ഞാണി, എന്താ ഈ ഹദീസ് അറിയിക്കണത്? ബുഖാരിൻ്റെ മുസ്ലിമിൻ്റെ ഹദീസ് അറിയിക്കണത് ഗ്രഹണ നിസ്കാരത്തിൽ എങ്ങനെ ഓതേണ്ടത്? ഉറക്കെ ഓതണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറക്കെ ഓതി എന്നാണ്, മനസ്സിലായത്. പിന്നെ 4 റുക്കൂകളാണ് 2 റക്അത്തിൽ, ഈ 2 റുക്കൂ വീതം, ഈ 2 സുജൂദ് വീതം. പിന്നെ നിസ്കാരത്തിന് എന്ത് ചെയ്യണം? അസ്സലാത്ത് ജാമിഅ എന്നിട്ട് എന്ത് ചെയ്യണം? വിളിക്കണം എന്നുള്ളത് മനസ്സിലായി. ഗ്രഹണ നിസ്കാരത്തിൻ്റെ ഹുക്കം എന്താ, വിധി? ഗ്രഹണ നിസ്കാരം അത് നിർബന്ധമല്ല, പക്ഷെ ഇത് സുന്നത്താണ് എന്ന് പിന്നെ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ചിലരത് ഇജ്മാ സുന്നത്താണ് എന്നുള്ളത് ഇജ്മാ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രഹണ നിസ്കാരത്തിൽ ഓത്ത് പതുക്കിയാണോ ഉറക്കുകയാണോ? ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് പതുക്കിയാണോ ഓതേണ്ടതെന്നാണ്. ഗ്രഹണ നിസ്കാരത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബലി ഫുഖഹാക്കളാണ്, അഹ്ലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരാണ് ഉറക്കെ ഓതണം എന്ന് പറഞ്ഞത്. കാരണം ഈ ഹദീസ് എന്താണ്? ബുഖാരിൻ്റെ മുസ്ലിമിൻ്റെ ഹദീസാണ്. അത് പിന്നെ ആ വിഷയത്തിൽ വ്യക്തമായ തെളിവാണ്. ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത് പതുക്കിയാണ് ഓതേണ്ടതെന്നാണ്. ഇബ്നു അബ്ബാസിൽ നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, പക്ഷേ അത് ദുർബലം. അടുത്തത് ഈ ഹദീസോട് പറഞ്ഞിട്ട് നമുക്ക് ചില മസാലകൾ പറയാം. അസ്സലാത്തു ജാമിഅ, ബാങ്ക് കൊടുക്കാൻ പാടില്ല, ഇഖാമത്തും കൊടുക്കാൻ പാടില്ല. അസ്സലാത്തു ജാമിഅ എന്ന് വിളിക്കുക, പകരമായിട്ട് ഉറക്കനെ വിളിക്കുക, ആളുകൾ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട്. മറ്റേ പള്ളിക്ക് ഇമാമും മുക്രിയല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മുഅദ്ദിനേ ഉണ്ടാവുള്ളൂ. ഉണ്ടെങ്കിൽ തന്നെ അസ്സലാത്തു ജാമിഅ എന്ന് വിളിക്കുക, സഹിയായി വന്നതാണത്. അതിനിത് ഇവിടെ വിശദീകരിക്കും. ഈ റിപ്പോർട്ട് ഇബ്നു അബ്ബാസിൻ്റെ റിപ്പോർട്ട് അത് വിശദീകരിക്കും. വാനി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഖാൽ, അടുത്ത ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇൻ ഖസഫത്തി ശംസു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സൂര്യന് ഖുസൂഫ് ഉണ്ടായി, ഗ്രഹണം ഉണ്ടായി. ഫസല്ല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു. ഫഖാമ ഖിയാമൻ തവീലൻ, ഞാൻ ഈ വായിക്കുന്ന ഇതിലുണ്ടല്ലോ, തെറ്റുണ്ടെങ്കിൽ പറയണം. ഫഖാമ ഖിയാമൻ തവീലൻ, റസൂലുള്ളാഹി ദീർഘനേരം നിന്നു. നഹ്വ മിൻ ഖിറാഅത്തി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന ദൈർഘ്യം എത്രമാത്രം നിന്നു? അപ്പോൾ ഒരു 2.5 ജുസോളം ഓതണ ആ ഇതിൽ നിന്നു. അതാണ് ഒന്നാമത്തെ ഖിയാമ്. സുമ്മ റകഅ റുകൂഅൻ തവീലൻ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീർഘനേരം റുക്കൂ ചെയ്തു. സുമ്മ റഫഅ, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂയിൽ നിന്ന് തല ഉയർത്തി. ഫഖാമ ഖിയാമൻ തവീലൻ, റസൂൽ ദീർഘനേരം നിന്നു. വഹുവ ദൂനൽ ഖിയാമിൽ അവൽ, പക്ഷേ അത് ദൂനൽ ഖിയാമിൽ അവൽ, എന്താ ഒന്നാമത്തെ നിർത്തണ്ടല്ല, അത്ര തന്നെ ഇല്ല. സുമ്മ റകഅ റുകൂഅൻ തവീലൻ, വീണ്ടും റസൂൽ ദീർഘനേരം റുക്കൂ ചെയ്തു. വഹുവ ദൂന റുകൂഇൽ അവൽ, അത് ആദ്യത്തെ റുക്കൂവിനേക്കാൾ ചെറുതായിരുന്നു, കുറച്ചായിരുന്നു. സുമ്മ സജദ, പിന്നീട് സുജൂദ് ചെയ്തു. സുമ്മ ഖാമ ഖിയാമൻ തവീലൻ, പിന്നെ റസൂൽ ദീർഘനേരം നിന്നു. വഹുവ ദൂനൽ ഖിയാമിൽ അവൽ, ആദ്യം നിന്നതിനേക്കാൾ കുറവാണ്. സുമ്മ റകഅ റുകൂഅൻ തവീലൻ വഹുവ ദൂന റുകൂഇൽ അവൽ, ഉണ്ടോ? റസൂൽ ദീർഘനേരം റുക്കൂ ചെയ്തു, ആ റുക്കൂവും ആദ്യത്തെ റുക്കൂവിനേക്കാൾ കുറവാണ്. സുമ്മ റഫഅ, പിന്നീട് റസൂൽ റുക്കൂവിൽ തല ഉയർത്തി. ഫഖാമ ഖിയാമൻ തവീലൻ വഹുവ ദൂനൽ ഖിയാമിൽ അവലി, ആദ്യത്തെ നൃത്തത്തേക്കാൾ കുറഞ്ഞ ഒരു നൃത്തം റസൂൽ നിന്നു. അത് ദീർഘനേരമാണ്, പക്ഷേ ആദ്യത്തെ നൃത്തത്തിന് അത്ര ലോങ് ഇല്ല എന്ന് മാത്രം. സുമ്മ റകഅ റുകൂഅൻ തവീലൻ വഹുവ ദൂന റുകൂഇൽ അവലി. സുമ്മ റഫഅ റഅസഹു, പിന്നെ റുക്കൂയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തി. സുമ്മ സജദ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുജൂദ് ചെയ്തു. സുമ്മ ഇൻസറഫ്, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. വഖദ് ഇൻജലത്തി ശംസ്, അപ്പോൾ സൂര്യൻ എന്ത് ചെയ്തിരുന്നു? വെളിപ്പെട്ടിരുന്നു. വഖദ് ഇൻജലത്തി ശംസ് പറഞ്ഞാൽ എന്താ? സൂര്യൻ ഗ്രഹണം നീങ്ങി വെളിപ്പെട്ടു.
വെളിപ്പെട്ടിരുന്നു. ഫഖതബന്നാസ്, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങളോട് എന്ത് ചെയ്തു? ഖുതുബ നടത്തി, പ്രസംഗിച്ചു. ഖതബന്നാസ്, അപ്പോൾ ജനങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറഞ്ഞു. അത് മുത്തഫഖുൻ അലൈഹി അല്ലേ, മുത്തഫഖുൻ അലൈഹി. വല്ലഫ്ദുൽ ബുഖാരി, ഈ ദീർഘമായ പിന്നെ ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ട്, ഈ പദപ്രയോഗങ്ങൾ ബുഖാരിയുടേതാണ്. വലി വാൻ അലിയും മിസ്ലഹു അല്ലേ, എന്താണ് വഫീ റിവായത്തിൻ ലി മുസ്ലിം, അവിടെ അലീൻ്റെ സല്ല ഹീന കസഫത്തി ശംസു 8 റകഅത്ത് ഫി 4 സജ്ദാത്ത്. ഓക്കെ. വലി മുസ്ലിമിൻ, മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട്. ഇതിപ്പോൾ ബുഖാരിയുടെ റിവായത്താണ്, അല്ല ബുഖാരിയും മുസ്ലിമും മുത്തഫഖുൻ അലൈഹിയാണ്, മനസ്സിലായേ? ബുഖാരിയുടെ ലഫ്ദിലുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത്. മുസ്ലിമിൻ്റെ റിവായത്തിൽ വേറുണ്ട്, ഈ റിവായത്ത് കൂടാതെ മുസ്ലിമിൻ്റെ റിവായത്തിലുണ്ട് സല്ല ഹീന കസഫത്തി ശംസ്, സൂര്യൻ കുസിഫത്ത് കസഫത്ത് മാഫി മുഷ്കിൽ സല്ല ഹീന കസഫത്തി ശംസ്, സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു 8 റകഅത്ത്, 8 റകഅത്തുകൾ, 8 റുകൂഉകൾ, 8 റുകൂഉകൾ. റകഅത്ത് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് റുകൂഅത്ത് എന്നാണ്. ഫി 4 സജ്ദാത്ത്, 4 സുജൂദുകളിലായി, 4 സുജൂദുകളിൽ 8 റുകൂഉകൾ നിർവഹിച്ചു കൊണ്ട് നിസ്കരിച്ചു എന്നാണ് മുസ്ലിമിൻ്റെ ലഫ്ദിലുള്ളത്. പിന്നെന്താ വഅൻ അലിയിൻ നഹ്വഹു അല്ലേ, വഅൻ അലിയിൻ റളിയല്ലാഹു തആല അൻഹു മിസ്ല ദാലിക്, അലി റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഇതുപോലത്തെ റിവായത്ത് വന്നിട്ടുണ്ട് മുസ്ലിമിന്. അതായത് ഇപ്പോൾ ഈ സല്ലാഹീന കസഫത്തി ശംസു 8 റകഅത്ത് ഫി 4 സജ്ദാത്ത് എന്നുള്ളത് മുസ്ലിമിൻ്റേതാണ്. ആരുടെ റിവായത്ത്? ഇബ്നു അബ്ബാസിൻ്റെ റിവായത്ത്. ഇബ്നു അബ്ബാസിൻ്റെ റിവായത്ത്. അലിയാരിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ റിവായത്ത് വന്നിട്ടുണ്ട്. എങ്ങനെ? 8 റുകൂഉകൾ, 4 സുജൂദുകൾ, ഈ രീതിയിൽ ഗ്രഹണ നമസ്കാരത്തിന്. പിന്നെ വലഹു അൻ ജാബിരിൻ റളിയല്ലാഹു തആല അൻഹു സല്ല 6 റകഅത്തിൻ ബി 4 സജ്ദാത്ത്. വലഹു എന്താ? വലഹു വലി മുസ്ലിമിൻ അർത്ഥം, മുസ്ലിമിനുണ്ട്. അൻ ജാബിരിൻ, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് സല്ല 6 റകഅത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു 6 റകഅത്ത് എന്നാൽ 6 റുകൂഉകൾ, 6 റുകൂഉകൾ. ബി 4 സജ്ദാത്ത്, എങ്ങനെ? 4 സുജൂദുകൾ കൊണ്ട്, 4 സുജൂദുകൾ കൊണ്ട് 6 റകഅത്തുകൾ നിസ്കരിച്ചു. അപ്പോൾ 6 റകഅത്താകുമ്പോൾ ഓരോ റകഅത്തിൽ എത്ര സുജൂദ് റുകൂഉകളാണ്? 3. ഇവിടെ ഓരോ റകഅത്തിൽ 4 റുകൂഉകൾ, 4 റുകൂഉകൾ. പിന്നെ ഉബയ്യ് അൻ ഉബയ്യ് ഇബ്നു കഅബ് വലി അബീ ദാവൂദ് അൻ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഖാൽ സ്വല്ല ഫറക 5 റകഅത്ത് വസജദ സജ്ദതൈനി വഫഅല ഫി സാനിയതി മിസ്ലു ദാലിക്. വലി അബീ ദാവൂദ്, ഇമാം അബൂ ദാവൂദിൻ്റെ നിവേദനത്തിലുണ്ട് അൻ ഉബയ്യ് ഇബ്നു കഅബ്, ഉബയ്യ് ഇബ്നു കഅബിൽ നിന്നുള്ള ഹദീസിൽ സല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിച്ചു ഫറക, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കൂ ചെയ്തു 5 റകഅത്ത്. എത്ര റുക്കൂകൾ? 5 റുക്കൂകൾ. ഇവിടെ റകഅത്ത് എന്ന് പറഞ്ഞാൽ റുക്കൂഅത്ത് എന്നുള്ള മാന കേട്ടോ. ഫസല്ല ഫറക 5 റകഅത്ത്, 5 റുക്കൂഅത്ത്, 5 റുക്കൂ ചെയ്തു. വസജദ സജ്ദതൈനി, റസൂൽ 2 സുജൂദും ചെയ്തു. അപ്പോൾ ഒരു റകഅത്തിൽ എത്ര സുജൂദാ? 2 സുജൂദ്. എത്ര റുക്കൂആ? 3 2 2.5 ആക്കുന്ന. അതായത് സല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗ്രഹണം നിസ്കരിച്ചു. ഫറക 5 റകഅത്ത്, 5 റുക്കൂ ചെയ്തു. വസജദ സജ്ദതൈനി, 2 സുജൂദും ചെയ്തു. വഫഅല ഫി സാനിയതി മിസ്ലു ദാലിക്, അതുപോലെ എന്ത് ചെയ്തു? രണ്ടാമത്തെ റകഅത്തിലും ചെയ്തു എന്നാണ്. അപ്പോൾ 10 റുക്കൂ മൊത്തം, 4 സുജൂദ്. ഒരു റകഅത്തിൽ 5 റുക്കൂകൾ, 5 റുക്കൂകൾ. എന്നാലോചിച്ച് നോക്കിയേ, ഈ ഹദീസിൻ്റെ ലഫ്ളുകളാകെ ഇതിലെന്താണെന്ന് വെച്ചാൽ, ഇനി ഇതിൽ കുറച്ച് മസാലകളുണ്ട് എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ഗ്രഹണമാണ് അറിയപ്പെട്ടത്, ഒരു ഗ്രഹണം. ആ ഗ്രഹണത്തെയാണ് ഈ റാവിമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിലാണ് എന്ത് ചെയ്ത് ഈ പദപ്രയോഗങ്ങളുടേതായ വ്യത്യാസങ്ങൾ. ഒന്നിലേറെ ഗ്രഹണം ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്കാലില്ല, എന്താ
റസൂൽ ഒരിക്കൽ നിസ്കരിച്ചത് 4 റുക്കൂകൾ 4 സുജൂദുകൾ. പിന്നെ ഗ്രഹണം ഉണ്ടായപ്പോൾ റസൂൽ നിസ്കരിച്ചത് ഇതേപോലെ 6 റുക്കൂകൾ അല്ലെങ്കിൽ 8 റുക്കൂകൾ വിവിധ ഗ്രഹണ നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സലാത്തുൽ ഖൗഫ് പറഞ്ഞില്ലേ, അതിന് വിവിധ രീതികൾ പറഞ്ഞു. 1 റക്അത്ത് വരെ നിസ്കരിച്ചത് പറഞ്ഞു. അതെന്താ, വ്യത്യസ്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ നിസ്കാരം വ്യത്യസ്തമായിരുന്നു. അതുകൊണ്ട് ആ ഏത് രീതി സ്വീകരിച്ചാലും മാഫി മുഷ്കിൽ. അതേസമയം ഇതൊരു സംഭവം നടന്നിട്ടുള്ളൂ. അത് കാരണത്താൽ ഈ റിപ്പോർട്ടുണ്ടല്ലോ, ഇതാരതാ ഉബൈ ഇബ്നു കഅബിൽ നിന്ന് ആരുടെ റിപ്പോർട്ടാണ്? അബൂദാവൂദിൻ്റെ റിപ്പോർട്ട്. അബൂദാവൂദിൻ്റെ റിപ്പോർട്ടിൽ ഇഷ്കാല ഇത് പിന്നെ 5 റക്അത്ത് 5 റുക്കൂ 1 റക്അത്തിൽ, 10 റുക്കൂകൾ 2 റക്അത്തിലായിട്ട് നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഹദീസ് ഇത് ദുർബലാണ്, അബൂദാവൂദിൻ്റെ ദുർബലാണ്. കാരണം ഇതിൽ അബൂ ജാഫർ റാസി ഉണ്ട്, ഈസബിനു ഹാമാൻ അബൂ ജാഫർ റാസി ദുർബല റാവിയാണ്. അതുകൊണ്ട് തന്നെ ഇത് മുൻകറാണ്. ഈ ഹദീസിൻ്റെ വിധി എന്താ? മുൻകറാണ്. എന്തുകൊണ്ട് മുൻകർ എന്ന് പറയാൻ കാരണം അബൂ ജാഫർ റാസി ഈസബിൻ ഹാമാൻ ദഈഫായ റാവിയാണ്, ദുർബലനായ റാവി വിശ്വസ്തരായ റാവിമാർ റിപ്പോർട്ട് ചെയ്തതിന് എതിരിൽ റിപ്പോർട്ട് ചെയ്യണം. മനസ്സിലായല്ലേ? അതുകൊണ്ട് തന്നെ വിശ്വസ്തർക്ക് എതിരിൽ ദുർബലൻ റിപ്പോർട്ട് ചെയ്തതിന് ഈ ഹദീസ് മുൻകറാണ്, ദുർബലാണ്. അപ്പോൾ അബൂദാവൂദിൻ്റെ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം മുൻകറാണ്, ദഈഫാണെന്ന് പറഞ്ഞാൽ ഇഷ്കാലല്ല. കാരണം എന്താണ്? സുനൻ അബൂദാവൂദിൽ ദഈഫായ ഹദീസുകളുണ്ട്. മനസ്സിലായ? ദഈഫായ ഹദീസുകൾ വേറെയുണ്ട്. അപ്പോൾ ഇത് മുൻകറാണ്, അതും തെളിവിന് യോഗ്യമല്ല. അതുകൊണ്ട് തന്നെ 5 റുക്കൂകൾ ഓരോ റക്അത്തിനും നിസ്കരിച്ചു എന്ന് പറയുന്നത് എന്തല്ല, സ്വീകാര്യമല്ല, അതിൽ ഇഷ്കാലില്ല. അതേസമയം ഇതൊക്കെ ഇതാരുടേതാ റിപ്പോർട്ട്? മുസ്ലിമിൻ്റെ റിപ്പോർട്ടാണ്. സഹീഹ് മുസ്ലിമിലാണ് ഈ റിപ്പോർട്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഗ്രഹണം, ചിലർക്ക് മയക്കം വരുന്നുണ്ടല്ലോ, ഇത് ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ആകെ ഇഷ്കാലാണ്. കാരണം നമ്മൾ ഇതെന്തിനാ വെച്ചാൽ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇത്തരം ഹദീസുകൾ എടുത്തിട്ടാണ് ഈ ഹദീസ് നിഷേധികൾ എന്ത് ചെയ്യണത്? ഹദീസ് നിഷേധികൾ സഹിഹായ ഹദീസുകളെ കളിയാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു തൗജീഹ് പണ്ഡിതന്മാർ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ അത് പിന്നെ നമ്മൾക്കും എന്ത് ചെയ്യും? ഇതേപോലെ പിന്നെ മനുഷ്യന്മാർക്ക് ഹിദായത്ത് അള്ളാൻ്റെ അടുത്താണ്. പക്ഷേ ഓരോ സൂക്ഷ്മതകൾ ഉണ്ടല്ലോ, അത് നമ്മൾ അറിവായിട്ട് നമ്മൾ കരുതി വെക്കുക തന്നെ വേണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. ഈ റിവായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ മറ്റ് റിവായത്തുകളാണ് പ്രശ്നം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഗ്രഹണം 2 റക്അത്ത് നിസ്കരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ 4 ഗ്രഹണ നിസ്കാരം വഹിച്ചു. അതിൽ 2 റുക്കൂ ചെയ്ത് വന്നിട്ടുണ്ട്, 4 റുക്കൂ വന്നിട്ടുണ്ട്, 6 റുക്കൂ വന്നിട്ടുണ്ട്, 8 റുക്കൂ വന്നിട്ടുണ്ട്, 10 വന്നിട്ടുണ്ട്. 10 ഇഷ്കാലില്ല. കാരണം എന്താ? അത് മുൻകറാണ്, ദഈഫാണ്. അതേസമയം 8 റുക്കൂ 2 റക്അത്തിലായിട്ട്, 6 റുക്കൂ 2 റക്അത്തിലായിട്ട്, 4 റുക്കൂ 2 റക്അത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഈ 2 റക്അത്തിൻ്റെ വിഷയം ഉണ്ടല്ലോ, അതാണ് ഹനഫികൾ തെളിവെടുത്ത്. ഹനഫികൾക്ക് സുബഹിസ്കാരം മാതിരിയാണ് ഇത് ഗ്രഹണസ്കാരം. എന്താ സുബഹിസ്കാരം പറഞ്ഞാൽ 2 റക്അത്താണ്, 2 റുക്കുവാണ്, 2 സുജൂദാണ്. മനസ്സിലായി? കാരണം അവർ ആ വിഷയത്തിൽ വന്ന പിന്നെ റസൂൽ 2 റക്അത്ത് നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുണ്ട്. ഗ്രഹണം എത്ര തന്നെയാണ്? 2 റക്അത്ത് തന്നെയാണ്. 2 റക്അത്ത് റസൂൽ ഗ്രഹണം നിസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസാണ് അവർ തെളിവിനെടുത്തത്. 2 റക്അത്ത് നിസ്കരിച്ചു, അതിൽ 4 റുക്കൂ റസൂൽ നിർവഹിച്ചു എന്നുള്ള വിശദീകരണം വന്നിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ 2 റക്അത്ത് കൊണ്ട് 2 റുക്കൂ കൊണ്ട് നിസ്കരിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. പക്ഷേ ഹനഫികൾക്ക് ആ വിഷയത്തിൽ വലിയ വീഴ്ച വന്നത്. അതുകൊണ്ട് തന്നെ ഹനഫികളുടെ വീക്ഷണം അവിടെ അപ്രസക്തമാണ്. 4 റക്അത്ത്, 6 റക്അത്ത്, 8 റക്അത്ത് എന്ന് പറഞ്ഞാൽ റുക്കൂകൾ വന്നു അറിയുന്ന റിപ്പോർട്ട് അത് സഹീഹായ റിപ്പോർട്ടുകളാണ്. മുസ്ലിമിൻ്റെ റിപ്പോർട്ട് വേണം. അപ്പോൾ എന്താണ് അതിനുള്ള തൗജീഹ്? എങ്ങനെ മറുപടി പറയും? സഹീഹ് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സഹീഹ് മുസ്ലിമിൻ്റെ റിപ്പോർട്ടാണിത്. മനസ്സിലായി? 8 റക്അത്ത് നിസ്കരിച്ചു, 6 റക്അത്ത് നിസ്കരിച്ചു. അപ്പോൾ അതിന് എങ്ങനെ മറുപടി പറയും? ചരിത്രകാരന്മാരിൽ ചിലർ പറഞ്ഞത് സഹീഹ് മുസ്ലിമിൽ വന്ന ഈ റിപ്പോർട്ടും 8 നിസ്കരിച്ചു പറഞ്ഞ, അതേപോലെ 6 നിസ്കരിച്ചു എന്ന് പറയുന്ന റിപ്പോർട്ടും റസൂലുള്ളാഹിൻ്റെ കാലത്ത് തന്നെ വേറെയും ഗ്രഹണം ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രഹണ നിസ്കാരത്തിൽ റസൂൽ നിസ്കരിച്ചതാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഗ്രഹണ നിസ്കാരത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം? 4 റുക്കൂ ചെയ്തിട്ട് നിസ്കരിക്കാം, 6 റുക്കൂ ചെയ്ത് നിസ്കരിക്കാം, 8 റുക്കൂ ചെയ്തിട്ടും നിസ്കരിക്കാം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോൾ ഇഷ്കാലില്ല. പക്ഷേ ഭൂരിപക്ഷ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരെ വെച്ച് ഭൂരിപക്ഷം മുഹദ്ദിസീങ്ങളും പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഒരൊറ്റ ഗ്രഹണേ നടന്നിട്ടുള്ളൂ. അത് AD 632 ഹിജ്റ അബ്ദം 10 നടന്നതായ
പിന്നെ ആ ഗ്രഹണമാണ്, അതാണ് അറിയപ്പെട്ട ഗ്രഹണം. അതിനെ പുരസ്കരിച്ചാണ് ഈ ഹദീസുകളൊക്കെ. അപ്പം അങ്ങനെയാകുമ്പോൾ ഒരു സംഭവത്തെ പുരസ്കരിച്ചിട്ടുള്ളതായ ഹദീസുകളിൽ വ്യത്യസ്ത പദങ്ങൾ വന്നില്ലേ, 6 വന്ന്, 8 വന്ന്, 4 വന്ന് റുക്കൂകൾ. അപ്പോൾ അതിനെന്ത് മറുപടി കൊടുക്കും? അതിൽ വിവിധ വീക്ഷണങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്താ പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഒന്ന് തർജീഹാണ്, മനസ്സിലായേ? ഇമാം ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടിൽ എന്താ ഉള്ളത്? 4 റുക്കൂഴ് 4 സുജൂദ്. അതിൽ ബുഖാരി മുസ്ലിമും ഇത്തിഫാക്കാണ്. ഇബ്നു അബ്ബാസിൽ നിന്ന് ആയിഷയിൽ നിന്നൊക്കെ വന്ന ഹദീസിൽ അങ്ങനെയാണ് ഉള്ളത്. ഓക്കെ. പിന്നെ ആര് റിപ്പോർട്ട് ചെയ്തതിൽ 6ഉം 8ഉം ഉള്ളത്? ഇമാം മുസ്ലിമാണ്. അപ്പോൾ തർജീഹ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? അവർ രണ്ടുപേരും ഇത്തിഫാക്കായത് സ്വീകരിക്കുക, മനസ്സിലായേ? അതേസമയം ഒരാൾ ഒറ്റയ്ക്ക് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടോ അതിനെ ബലപ്പെടുത്താതെ മറ്റേ റിപ്പോർട്ടിനെ പ്രബലപ്പെടുത്തിയിട്ട് എന്ത് ചെയ്ത് അത് സ്വീകരിക്കുക. അങ്ങനെ അത് ചെയ്യും മുഹദ്ദിസ്. അപ്പോൾ ഈ മറ്റേ ഹദീസിന് ഷാദ് എന്ന് പറയും. ഇതുകൊണ്ട് അമലെടുക്കാൻ പാടുള്ളതല്ല. അമലെടുക്കേണ്ടത് ഏതുകൊണ്ടാണ്? ബുഖാരി മുസ്ലിമും ഏകോപിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? അമലെടുക്കേണ്ടത്. ഇമാം ബുഖാരി, അതേപോലെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അതേപോലെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം, ഇമാം ഷാഫി, ഇവരൊക്കെ ഈ പക്ഷക്കാർ. ചില ഫുഖഹാക്കൾ പറഞ്ഞെന്താണ്, ചില ഹദീസ് പണ്ഡിതന്മാർ അവർ പറഞ്ഞത് ഗ്രഹണം നീങ്ങോളാണ് നിസ്കാരം. 4 റുക്കൂകളും 4 സുജൂദുകളും ചെയ്തിട്ടാണ് നിസ്കരിക്കേണ്ടത്. നിസ്കാരത്തിൻ്റെ ടൈം ഏത് മുതലാണ്? ഗ്രഹണം തുടങ്ങിയത് മുതലാണ്. ഏത് വരെയാണ് ടൈം? ഗ്രഹണം നീങ്ങണത് വരെയാണ്. അപ്പോൾ പിന്നെ ഈ ഹദീസുകളൊക്കെ എന്ത് ചെയ്യണം? പരിഗണിക്കാൻ പറ്റും. എപ്പോൾ നിസ്കരിച്ച് 4 റുക്കൂ കൊണ്ട് നിസ്കരിച്ച് 4 സുജൂദ് കൊണ്ട് നിസ്കരിച്ച് ഗ്രഹണം തീർന്നിട്ടില്ലെങ്കിൽ വീണ്ടും എന്ത് ചെയ്യുക? നിസ്കാരം തുടർത്തുക, മനസ്സിലല്ലേ? അപ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക, 2 റുക്കൂ കൊണ്ട് നിസ്കരിക്കുക, അപ്പോൾ 6 റുക്കൂവായി. എന്നിട്ടും തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ വീണ്ടും 2 റക്അത്ത്, അപ്പോൾ എന്തായി? 8ആയി. ഇങ്ങനെ റുക്കൂ വർദ്ധിപ്പിക്കുക. അങ്ങനെ ആയാൽ എന്തായി? ഒരു റിപ്പോർട്ടിനെ പരിഗണിച്ചിട്ട് വേറെ റിപ്പോർട്ടിനെ വിഗണിക്കുക എന്നുള്ളതില്ല, എന്തായി? എല്ലാ റിപ്പോർട്ടും പരിഗണിക്കലായി. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പണ്ഡിതന്മാർ? അതിൽ തൗജീഹ് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ശരിയായത് എന്താണെന്ന് വെച്ചാൽ, ഇത്തരം റിപ്പോർട്ടുകളുണ്ടല്ലോ, ഇതിന് പിന്നെ താറുദുൽ അതില്ല എന്ന് പറയാം. താറുദുൽ അതില്ല, റിപ്പോർട്ടുകളുടെ എതിരാകൽ. എതിരായിട്ട് റിപ്പോർട്ട് വരുമ്പോൾ പണ്ഡിതന്മാർക്ക് അത് ബുഖാരിയിലുണ്ട്, അങ്ങനെ എതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ വരൽ. മുസ്ലിമിലുമുണ്ട്, മനസ്സിലായോ? പല ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. എന്താ ചെയ്യൽ? രണ്ടാലൊരു റിപ്പോർട്ടിനെ ബലപ്പെടുത്തലാണ്. ജമ്മ ചെയ്യാൻ പറ്റുമെങ്കിൽ ജമ്മ ചെയ്യും, അല്ലെങ്കിൽ നെസ്ഖ് ചെയ്യാൻ പറ്റുമെങ്കിൽ നെസ്ഖ് ചെയ്യും. ഇവിടെ നെസ്ഖ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? നെസ്ഖ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സംഭവം നടന്ന് വിരുദ്ധമായ സംഗതി പിന്നെ വരണം. അപ്പോൾ ആദ്യത്തെ മറ്റേതിനെ ദുർബലപ്പെടുത്തി എന്നർത്ഥത്തിൽ. ഇത് പറ്റൂല, കാരണം ഇതൊരു സംഭവമാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വിരുദ്ധമായി വരുന്നതായ അറിയിപ്പുകളുള്ള ഹദീസുകളെ പ്രബലപ്പെടുത്തും, തർജീഹ് ചെയ്യുമ്പോൾ അതിന് പല പരിഗണനകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയാം, ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹയെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചത് ഇഹ്റാമിലായിരിക്കുകയാണോ അതല്ല അവർ ഹലാലായിരിക്കുകയാണോ? റസൂലുള്ളാഹിയും മൈമൂനയും ഇഹ്റാമിലായിരിക്കുകയാണോ കല്യാണം നടന്നത്, അതല്ല ഹലാലായിരിക്കുകയാണോ, ഇഹ്റാമിൽ നിന്ന് ഒഴിവായിരിക്കുകയാണോ? മനസ്സിലല്ലേ? രണ്ടും അറിയിക്കണ ഹദീസുണ്ട്. റസൂലുള്ളാഹി മൈമൂനയെ കല്യാണം കഴിച്ചത് ഇഹ്റാമിലായിരിക്കുക എന്ന് അറിയുന്ന ഹദീസുണ്ട്, ബുഖാരിയിലുണ്ട്. അതേപോലെ തന്നെ ഹലാലായിരിക്കുക എന്ന് അറിയുന്ന ഹദീസുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ എന്താ ചെയ്യുക? പണ്ഡിതന്മാരതിനെ ബലപ്പെടുത്തും, രണ്ടാലും റിപ്പോർട്ടിനെ ബലപ്പെടുത്തും. അപ്പോൾ നോക്കും, മൈമൂന റളിയല്ലാഹു തആലയെയാണ് റസൂലുള്ളാഹി കല്യാണം കഴിച്ചത്, മനസ്സിലായി? അവർ ഈ സംഭവത്തിന് സാക്ഷിയാണ്, അതിൻ്റെ അനുഭവസ്ഥയാണ്. അപ്പോൾ അവരുടെ ഭാഗമാണ് എന്ത് ചെയ്യുക? അവരുടെ റിപ്പോർട്ടാണ് സ്വീകരിക്കുക. കാരണം അവരാണല്ലോ പിന്നെ അതിലൊരു ആൾ. അപ്പോൾ മൈമൂന റളിയല്ലാഹു തആലയുടെ ഹദീസിനെ സ്വീകരിക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലയുടെ ഹദീസിനെ എന്ത് ചെയ്യൂല? ആ വിഷയത്തിൽ സ്വീകരിക്കൂല. അതിനനുസരിച്ച് ഒരു തൗജീഹ് അതിന് നൽകുക ചെയ്യുക. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തെന്നാണ് മൈമൂനയെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അവർ ഹലാലായിരിക്കുകയാണ്, അല്ല ഇഹ്റാമിലായിരിക്കുകയാണെന്ന്. അപ്പോൾ അതിന് നൽകുന്ന തൗജീഹ് എന്താണ്? ഇഹ്റാമിലായിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹറമിലായിരിക്കുക എന്നാണ്. ഇഹ്റാമിലായിരിക്കുക എന്ന് പറഞ്ഞാൽ ഹറമിലായിരിക്കുക, മക്കത്ത് വെച്ചാണ് കല്യാണം നടന്നതെന്ന് അർത്ഥം. ഹറമിൻ്റെ പരിധിക്കുള്ളിൽ വെച്ചാണ് കല്യാണം നടന്നത്. ആ നിലയ്ക്ക് ഇബ്നു അബ്ബാസിൻ്റെ ഹദീസിനെ പരിഗണിക്കും. ഈ രണ്ട് വിരുദ്ധമായി വരുന്ന ആ റിപ്പോർട്ടുകളിൽ മൈമൂന റളിയല്ലാഹു അൻഹയുടെ ഹദീസിനെ എന്ത് ചെയ്യും? മുഖവിലക്കെടുക്കുകയും ചെയ്യും. ഇതേപോലെ ഇവിടെ
പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുഖാരിയും മുസ്ലിമും ഇത്തിഫാക്കായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 4 റുക്കൂ 4 സുജൂദ്. പിന്നെ മുസ്ലിം ഒറ്റപ്പെടുകയാണ് ചെയ്തത് ഏതിൽ? 8 റക്അത്തിന്റെ റിപ്പോർട്ടിലും 6 റക്അത്തിന്റെ റിപ്പോർട്ടിലും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്തിഫാക്കായിട്ട് റിപ്പോർട്ട് ചെയ്തതിന് എന്ത് ചെയ്യുക? സ്വീകരിക്കുക. മനസ്സിലായി? പിന്നെ 8ൻ്റെയും 6ൻ്റെയും വിഷയത്തിൽ അതാണ് പിന്നെ അതിനെന്താ തൗജീഹ് നൽകേണ്ടത്? അതിന് തൗജീഹ് നൽകേണ്ട ഒന്നുകിൽ വേറെ സംഭവവുമായി ബന്ധപ്പെട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിന് മറ്റു വല്ല വിഷയങ്ങളുണ്ടാവും. ഏതായാലും ബുഖാരിയിൽ ഹദീസ് ദുർബലാണ്, മുസ്ലിമിലെ ഹദീസിൽ ദുർബലാണ് നട്ടുന്ന ഇതിനെ തോട്ടുകറിയ വലിച്ചെറിയ ഈ പരിപാടി എന്ത് ചെയ്തില്ല, പണ്ഡിതന്മാർ ചെയ്തിട്ടില്ല. ഇന്ന് ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത്തരം വിശദീകരണങ്ങൾ പണ്ഡിതന്മാർ നൽകിയതിനെ പരിഗണിക്കാതെ എന്ത് ചെയ്യുക, ഇത്തരം റിപ്പോർട്ടുകൾ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ ഹദീസുകളെ മൊത്തത്തിൽ എന്ത് ചെയ്യുക, വില കുറച്ച് കാണിക്കുക, ഇമാം മുസ്ലിമിനെ വില കുറച്ച് കാണിക്കുക എന്നുള്ള ഏർപ്പാടാണ്. നിങ്ങൾ നോക്കി, നിങ്ങൾ ഈ റിപ്പോർട്ടുകൾ വന്നു, എത്ര വിശദീകരണങ്ങളാണ് ഇതിലുള്ളത്. വിശദീകരണങ്ങൾ കാണാൻ സാധിക്കും. ഇതിനെങ്ങനെ ഒരു തൗജീഹ് പറയാൻ പറ്റുന്നുള്ളത്. അതെന്തിനാ പണ്ഡിതന്മാർ ചെയ്യണമെന്ന് അറിയോ? കാരണം ഇമാം മുസ്ലിമിന് നേരെയാണ് വിരൽ ചൂണ്ടുന്നത് ഈ റിപ്പോർട്ടിൻ്റെ പേരിൽ. മനസ്സിലായി? ഇമാം മുസ്ലിമിന് നേരെ വിരൽ ചൂണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹദീസിൻ്റെ വിഷയത്തിൽ ഏറെ സേവനം ചെയ്ത ഒരു മഹാനെ കൊച്ചാക്കാനുള്ള ചിലരുടെ ശ്രമമാണ്. മനസ്സിലായി? അത് പാടില്ല എന്നുള്ളത് കൊണ്ടാണ് പണ്ഡിതന്മാർ ഇതിന് ഇത്തരം വിശദീകരണങ്ങളിലേക്ക് പോകുന്നത്. ഖലാസ്. അപ്പോൾ ഇതാണ് അതിൽ പറയാനുള്ളത്. പിന്നെ ഇവിടെ ഗ്രഹണ നിസ്കാരം എങ്ങനെ നിസ്കരിക്കേണ്ടത്? ഗ്രഹണ നിസ്കാരം 2 റക്അത്താണ്. ഓരോ റക്അത്തിലും 4 റുക്കൂകൾ, അല്ല, ഈ 2 റുക്കൂകൾ, ഓരോ റക്അത്തിലും 2 റുക്കൂകൾ വീതം, 2 സുജൂദുകൾ വീതം. ആ പിന്നെ അഭിപ്രായം പരിഗണിക്കാൻ കാരണം അതിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിന്നെ ബുഖാരി മുസ്ലിമും ഏകോപിച്ചിട്ട് ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഗ്രഹണസ്കാരത്തിന് ഖുത്ബ ഉണ്ടോ? ഖുത്ബയുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ വീക്ഷണം. ഭൂരിപക്ഷ പണ്ഡിതന്മാർ ഖുത്ബ ഇല്ല എന്നുള്ളതാണ്. ഖുത്ബ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഖുത്ബ ഉണ്ടെന്ന് പറഞ്ഞോ, ഇവിടെ ഫഖത്തബന്നാസ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതെന്താ? റസൂലുള്ളാഹി ഖുത്ബ പറഞ്ഞത് അവർ പറയുന്നത് എന്താ വെച്ചാൽ അതവിടെ ഖുത്ബ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം അന്ധവിശ്വാസം തിരുത്താൻ വേണ്ടിയിട്ട്, അന്ധവിശ്വാസം തിരുത്തേണ്ട ഒരു കാരണമുള്ളത് കൊണ്ട് റസൂലുള്ളാഹി ഖുത്ബ പറഞ്ഞു, അല്ലെങ്കിൽ ഖുത്ബല്ല എന്നുള്ളതാണ്. പക്ഷേ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽഹംദു ചൊല്ലി അള്ളാഹുവിനെ വാഴ്ത്തി പുകഴ്ത്തിയിട്ടാണ് ഈ ഖുത്ബ പറഞ്ഞത് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അതേപോലെ തന്നെ ഇസ്ഹാഖ് ബിൻ റാഹവൈഹി, അഹ്ലുൽ ഹദീസിൻ്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് ഗ്രഹണസ്കാരത്തിന് ഖുത്ബ ഉണ്ട് എന്നുള്ളതാണ്. ഹദീസ് അത് അറിയിക്കണമുണ്ട്. കാരണം എക്കാലഘട്ടത്തിലും എന്ത് വേണം? ജനങ്ങൾക്ക് ഉത്ബോധനം വേണം. കാരണം അതൊക്കെ എന്താണ്? പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള തഖ്വീഫാണ്, മുന്നറിയിപ്പും അപായ സൂചനയാണ്. അപ്പോൾ ആ വിഷയത്തിൽ ആളുകൾക്കൊരു ഉത്ബോധനം നൽകുക എന്നുള്ളത് കരണീയമാണ്. അത് തന്നെയാണ് ഇതിൽ ശരിയായ വീക്ഷണം. അതായത് പിന്നെ സാധാരണ നിസ്കാരം പോലെ തന്നെ തക്ബീറത്തുൽ ഇഹ്റാം, ദുആഉൽ ഇസ്തിഫ്താഹ്, സൂറത്തുൽ ഫാത്തിഹ ദീർഘനേരം സൂറത്തുൽ ബഖറ ഓതോളം നിന്നു എന്നാണ്. പിന്നെ റുക്കോയിൽ നിന്ന് സമീഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റിട്ട് വീണ്ടും സൂറത്തുൽ ഫാത്തിഹ ഓതുക, പിന്നെ സൂറത്തുൽ ഓതുക. ആ സൂറത്തിന് ആലി ഇമ്രാൻ്റെ ദൈർഘ്യം പണ്ഡിതന്മാർ അങ്ങനെ ആ രീതിയിലാണ് പറഞ്ഞത്. പിന്നെ റുക്കൂ, അത് ദീർഘനേരം റുക്കൂ ആണ്, മനസ്സിലല്ലേ? പിന്നെ എഴുത്തിദാൽ, ദീർഘനേരമാണ് എഴുത്തിദാൽ. ഇവിടെ അതൊക്കെ ഇതിൽ വന്നില്ലേ? ഖിയാമൻ തവീൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ സുജൂദ്, ദീർഘനേരം സുജൂദ്, പിന്നെ ഇരുത്തം, അത് ദീർഘനേരം, വീണ്ടും സുജൂദ്, പിന്നെ എഴുന്നേറ്റിട്ട് വീണ്ടും ഖിറാഅത്ത്, സൂറത്തുൽ ഫാത്തിഹ ഓതുക, സൂറത്തുൽ നിസാഇൻ്റെ ദൈർഘ്യത്തിൽ. പിന്നെ റുക്കൂ, പിന്നെ എഴുത്തിദാൽ, സമീഅ അല്ലാഹു ലിമൻ ഹമിദ, വീണ്ടും അതിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് വീണ്ടും ഖിറാഅത്ത്, സൂറത്തുൽ മാഇദയുടെ ദൈർഘ്യത്തിൽ, അല്ലെങ്കിൽ സൂറത്ത് ആറാഫിൻ്റെ ദൈർഘ്യം, അങ്ങനെയൊക്കെ കാണാം ഫുഖഹാക്കൾ വിശദീകരിച്ച്. പിന്നെ റുക്കൂ ദീർഘനേരം, പിന്നെ എഴുത്തിദാൽ, പിന്നെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, വീണ്ടും സുജൂദ്, പിന്നെ തശഹൂദ്. അത് കഴിഞ്ഞതിന് ശേഷം ആളുകൾക്കുള്ള ഉത്ബോധനം. ഇതാണ് ഇപ്പം ഇന്നത്തെ ഇത്. ഇനി നമുക്ക് 2 ഹദീസുകൾ കൂടി ബാബിലുണ്ട്. അത് രണ്ടും വേറെ വേറെ മസാല കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഇതിൽ കൂട്ടി എഴുതാതിരുന്നത്. ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.